തുടർച്ചയായിട്ട് ബാത്റൂം പോകാനുള്ളൊരു ടെൻഡൻസി വരിക. കാരണം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടും കൃത്യമല്ലാത്ത ശോധനയുടെ അവസ്ഥ. കാരണം ബാത്റൂം പോവുക, തിരിച്ചു വരിക. അതോടൊപ്പം തന്നെ വളരെ സ്ട്രെസ് കൊടുക്കേണ്ട, പ്രഷർ കൊടുക്കേണ്ട ഒരവസ്ഥ. ബാത്റൂം പോയിട്ട് വളരെ ശക്തമായ പ്രഷർ കൊടുക്കുക, എന്നാൽ പോലും പോകാത്തൊരവസ്ഥ. പിന്നീട് പ്രഷർ കൊടുത്ത് പോയി കഴിഞ്ഞാലും പെയിൻ ഉണ്ടാവുക. ചില കേസുകളിൽ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും, ചിലതിന് ബ്ലീഡിങ് ഇല്ലാത്തൊരവസ്ഥ. ബാത്റൂം പോയി കഴിഞ്ഞാൽ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. ഈ ഒരു കംപ്ലയിൻസ് ആണ് പൊതുവെ പൈൽസിന് കണ്ടുവരാറുള്ളത്. ബ്ലീഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇത് പൈൽസ് ആണെന്ന് തിരിച്ചറിയാറില്ല. ഇതോടൊപ്പം തന്നെ ചൊറിച്ചിലുകളും ഒരുപാട് മറ്റു ലക്ഷണങ്ങൾ ഇതോടൊപ്പം അസോസിയേറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഏറ്റവും സാധാരണതയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡോക്ടർ മോഹസിൻ. ഇനി നമുക്ക് എന്താണ് പൈൽസ് എന്നും അതിൻ്റെ കാരണങ്ങളും എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാന്നുള്ളത് വിശദമായിട്ട് നോക്കാം. പൈൽസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് കിട്ടുന്ന ഇന്നത്തെ ഒരുവിധം അസുഖങ്ങളുടെ 80% നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ സഡൻഡറി ലൈഫ് സ്റ്റൈൽ പറയാറുണ്ട്. കാരണം അതിൻ്റെ കാരണം സഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു അസുഖം വരുന്നത്. പൈൽസ് എന്നുള്ള ബുദ്ധിമുട്ട് കോമൺ ആയിട്ട് കണ്ടിരുന്നത് പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും പരസ്യങ്ങളും കാര്യങ്ങളും പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്ന് കാണാം. അതിൻ്റെ കാരണം പൈൽസ് എന്നുള്ളത് വ്യത്യസ്ത രൂപത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് പൈൽസിനെ നമ്മൾ ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സൈഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യമാണ് പൈൽസ്. വേറൊരു പ്രധാന 2 തരത്തിൽ പൈൽസിന് ഡിവൈഡ് ചെയ്യുന്നത്, ബ്ലീഡിങ് ആൻഡ് നോൺ ബ്ലീഡിങ്. അതായത് നമുക്ക് വരുന്ന പൈൽസ് അസുഖം ചില സമയങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ മലദ്വാരത്തിൻ്റെ അടുത്ത് ഒരു തടിപ്പ് മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ ആ ഒരു തടിപ്പ് വളരെ ഹാർഡായിരിക്കും. ക്ലീൻ ചെയ്യുന്ന സമയത്ത് തൊടുമ്പോൾ വളരെ ഹാർഡായിരിക്കും, നല്ല പെയിൻഫുൾ ആയിരിക്കും. മറ്റേത് എന്താണ്, ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നോർമലി സംശയം ഉണ്ടാവും, എനിക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ എന്താണ്, ബ്ലീഡിങ് ഇല്ല. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം ഇത് പൈൽസ് അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ള ഒരു ഡൗട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യും. ആദ്യത്തെ കേസാണ് എന്ത് ചെയ്യും, ഉടനെ ഓടി വരും, ഡോക്ടർ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്. ബ്ലീഡിങ് പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ വരുന്ന ബ്ലീഡിങ് ആണെങ്കിലും അസോസിയേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട് അവരോട്, ഇത് മാത്രം മതിയാവില്ല, അല്ലെങ്കിൽ ഒരു 1 വീക്ക് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അവരോടൊന്ന് പറയാറുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷന് പോകേണ്ടതാണ്. കാരണം പെട്ടെന്നുള്ള വെയിറ്റ് ലോസും പെട്ടെന്നുള്ള ബ്ലീഡിങ്ങും നമ്മൾ കൃത്യമായിട്ടും പരിശോധിക്കുന്നത് മറ്റ് പല രോഗങ്ങളുടെയും കൂടി സിംറ്റംസ് ആണ്, അടയാളങ്ങളാണ്. ഇനി എന്താണ് നേരത്തെ പറഞ്ഞ പോലെ പൈൽസിൻ്റെ ആ 2 പ്രധാനപ്പെട്ട ടൈപ്പ്, ഈ ഒരു 2 തരത്തിലാണ് പ്രധാനമായിട്ട് പൈൽസ് കണ്ടുവരാറുള്ളത്. ബ്ലീഡിങ് ഉള്ള കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ പ്രത്യേകം മനസ്സിലാക്കും, അവിടെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പൈൽസ് തടിപ്പ് വളരെ സോഫ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാറ്റഗറി പറഞ്ഞാൽ വളരെ ഹാർഡായിരിക്കും. ആ ഒരു ഹാർഡ്നെസ് വരികയും ആ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പ്രഷർ തൊടുന്ന സമയത്ത് തന്നെ അവർ ഫീൽ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതും പൈൽസ് ആണെന്നുള്ളത്. ഇനി എന്താണ് പൈൽസിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന കാരണം പൈൽസിൻ്റെ വരുന്നത് നമ്മുടെ ഫുഡിൻ്റെ, ഡയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം വളരെ ഫൈബർ കണ്ടന്റ് കുറവുള്ള ഫുഡ് കഴിക്കുക, ഹൈ ഓയിൽ ഫുഡ് കഴിക്കുക. ഇത് ബോഡിയുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ ടെമ്പറമെന്റ് അനുസരിച്ച്, ബോഡിയുടെ പ്രകൃതി അനുസരിച്ച് വ്യത്യസ്തമാണ്. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ഒന്നിച്ച് പോണ സമയത്ത് ഒരാൾ ബീഫ് എല്ലാവരും കഴിക്കുകയും തൊട്ടടുത്ത ഒരാൾക്ക് മാത്രം ബീഫ് കഴിക്കുമ്പോൾ ബ്ലീഡിങ് വരികയും ചെയ്യും. ബീഫ് എന്നുള്ളത് ചൂട് കൂടിയൊരു ഭക്ഷണമാണ്. ആ ചൂട് കൂടിയ ബോഡിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എന്താവും, ബീഫ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ മാമ്പഴക്കാല സമയത്ത് നമ്മുടെ മാങ്ങയുടെ സീസണിൽ വളരെ കോമൺ ആയിക്കൊണ്ട് പൈൽസിൻ്റെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. കാരണം ചൂടുള്ള ശരീര പ്രകൃതിയിൽ മാങ്ങ കഴിക്കുന്ന സമയത്ത് ബ്ലീഡിങ് വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം ഇതൊരു ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് പൈൽസ് എന്നുള്ള കാര്യങ്ങൾ ഒരുവിധം നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പൈൽസ് എന്നുള്ള അസുഖം നമ്മൾ ജസ്റ്റ് പൊതുവേ പറയാറുള്ളത് നമ്മുടെ ഒരു ജീവിതശൈലി പോലെ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ടയറിൻ്റെ ഒരു പഞ്ചർ ആവണത് പോലെ നമ്മളത് റൂട്ടിൽ കൂടെ പോയിട്ട് പഞ്ചറായി കഴിഞ്ഞാൽ വീണ്ടും അതേ റൂട്ടിൽ കൂടി പോയാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പഞ്ചർ വരും. അതേ അവസ്ഥയിൽ നമ്മുടെ ജീവിതശൈലി മാറ്റം വരുത്തുകയാണെങ്കിൽ അതേ അവസ്ഥ വീണ്ടും വരും. ഈ കോമൺ ആയിട്ട് ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട്, ഡോക്ടർ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പം 4-5 വർഷമായി ഡോക്ടർ ആ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പെയിൻ കില്ലർ കഴിച്ച സമയത്ത്, പല്ലുവേദനയുടെ സമയത്ത് തന്ന പെയിൻ കില്ലർ കഴിച്ച സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻസിനോട് കൃത്യമായിട്ട് പറയാറുണ്ട്, ഒരു പ്രാവശ്യം പൈൽസ് വന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ മോഷൻ കുറയുന്ന സമയത്ത്,
ശോധനക്കുറവ് വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? നിങ്ങളുടെ ഒരു ദിവസം ശോധന കുറയുകയാണെങ്കിൽ പിറ്റേ ദിവസം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണ രീതി നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഈസിലി ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പൈൽസ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോവാതെ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന നേരത്തെ പറഞ്ഞ ഭക്ഷണ രീതിയാണ്. ഏറ്റവും പ്രധാനം ബാർലി. രാത്രി കാലങ്ങളിൽ പൈൽസിന്റെ ബുദ്ധിമുട്ട് ഏതെങ്കിലും രൂപത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാഡ്, കുക്കുംബർ കൂടുതലായിട്ട് കഴിക്കുക. അതോടൊപ്പം തന്നെ രാത്രിയത്തെ ഭക്ഷണം അളവ് കുറയ്ക്കുക. വെള്ളം കൂടി നിർബന്ധമായിട്ടും 2 മുതൽ 3 ലിറ്റർ കുടിച്ചോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഗർഭിണികൾ അവർക്ക് ഈ പൈൽസിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. കാരണം അതെന്താണ്? 2 കാരണങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവായിരിക്കും. അതുപോലെ രാത്രിയത്തെ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. രാത്രിയത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? രാത്രി ഉറക്കത്തിന്റെ വിഷയം. കാരണം വളരെ വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ വളരെ കോമൺ ആണ് പൈൽസിന്റെ ബുദ്ധിമുട്ട്. ഈ റംസാൻ കാലത്തിന് ശേഷം, നോമ്പിന് ശേഷം നമുക്ക് പേഷ്യന്റ് OPയിൽ വളരെയധികം വരുന്നൊരു കേസാണ് പൈൽസിന്റെ ബുദ്ധിമുട്ട്. കാരണം എന്താ പറഞ്ഞാൽ രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ്, കുറച്ചൊന്നും മയങ്ങുന്നതാണ്. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ശോധന ഇല്ലാത്തവരെയും പിന്നീട് ബാത്റൂമിൽ പോയിട്ട് ഓവറായിട്ട് പ്രഷർ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പൈൽസിനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ചില പേഷ്യൻസ് പറയാൻ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ വീട്ടിലൊക്കെ ആൾക്കാർ മൊബൈലോ അല്ലെങ്കിൽ ബുക്സൊക്കെ എടുത്തിട്ട് ബാത്റൂം പോകുന്ന സമയത്ത് പിന്നീട് അവർക്ക് ഈ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യും. കാരണം കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് റെക്ടൽ വെയിനിന് പ്രഷർ വരും. അത് പിന്നീട് പൈൽസായിട്ട് മാറും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ചില മെഡിസിൻസിൻ്റെ കാര്യങ്ങളിലായാലും പിന്നെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പൈൽസ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം അത് ഓരോരോ കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മുടെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് പൈൽസിൻ്റെ ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രൂപത്തിൽ രാത്രിയത്തെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ്. പൈൽസിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 4 അത്തിപ്പഴവും അതോടൊപ്പം തന്നെ ഒരു ½ ടീസ്പൂണ് കറുത്ത മുന്തിരിയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരുവിധം പൈൽസിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം കുക്കുംബർ കൂടുതലായിട്ട് ഉപയോഗിക്കും. കുക്കുംബർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഡൈജസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും. രാത്രി ബാർലിയുടെ ജ്യൂസോ ബാർലിയുടെ ഉപ്മാവോ അല്ലെങ്കിൽ ബാർലിയുടെ ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ അത് മോഷൻ വളരെ എളുപ്പമാകാൻ സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ പൈൽസിൻ്റെ തടിപ്പ് കുറയ്ക്കുകയും ഈ ബുദ്ധിമുട്ടുകൾ കുറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈൽസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിതശൈലിയും അതോടൊപ്പം എന്തുകൊണ്ടാണ് എനിക്ക് പൈൽസ് വരുന്ന എന്നുള്ള അവസ്ഥയും. പൈൽസിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലക്ഷണങ്ങൾക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ചൊറിച്ചിലുണ്ടാവുക. ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട്, ഡോക്ടർ കൃമി ഉള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്? കൃമിയല്ല, യഥാർത്ഥത്തിൽ വില്ലൻ വരുന്നത് പൈൽസാന്നുള്ളത് മനസ്സിലാവുന്നത്. ചില പേഷ്യൻസ് എന്താ പറയുക, ഡോക്ടർ എനിക്കിങ്ങനെ യൂറിൻ പാസ് ചെയ്യണം തോന്നും, പക്ഷേ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മോഷന് ബുദ്ധിമുട്ടുള്ള സമയം തന്നെ യൂറിൻ ഡ്രോപ്സ് ആയിട്ട് പോകാം. ഏജുള്ള ആൾക്കാരാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യായിരിക്കും? പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ടാന്ന് വിചാരിക്കും. പക്ഷെ അന്ന് റൂൾ ഔട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് പൈൽസ് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ള മനസ്സിലാക്കുന്നത്. ചില പേഷ്യൻസിന് അതുപോലെ തന്നെ മ്യൂക്കോസൽ ഡിസ്ചാർജ്, ഒരു കഫം പോലെ ഉണ്ടാകുന്ന ഡിസ്ചാർജ്, കൃത്യമല്ലാത്ത ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ശോധന, കൃത്യമായിട്ടുള്ളല്ലാത്ത മലബന്ധം ഇതിന്റെ കാരണമാണ്. അപ്പൊ ഇതൊക്കെയാണ് പൈൽസിന്റെ നോർമൽ അല്ലാത്ത. നേരത്തെ പറഞ്ഞ കോഴ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം മലം പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പെയിന്, അതോടൊപ്പം തന്നെ മലം പാസ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന അതികഠിനമായ വേദന, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, കൂടുതൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കാരണം എപ്പോഴും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെയാണ് പൈൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി പൈൽസ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ചില ആൾക്കാർക്ക് എന്താ ബുദ്ധിമുട്ട്, ചെറിയൊരു പൈൽസ് വരുമ്പോൾ അത് ഇങ്ങനെ പോകില്ല. അപ്പം പൈൽസ് ട്രീറ്റ് ചെയ്യാതിടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇൻഡൈജഷൻ കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് ബാഡ് ബ്രീത്തിന് കാരണമാവാറുണ്ട്. നമ്മൾ ബാഡ് ബ്രീത്തുള്ള ചില പേഷ്യൻസോട് ചോദിച്ച സമയത്ത് ഹിസ്റ്ററി എടുക്കുമ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ ഹിസ്റ്ററി ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ്, ആ ഡോക്ടർ കുറെ കാലമായിട്ട് പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരും കൃത്യമായിട്ട് പറയാറുണ്ട്. പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ നമ്മൾ കൃത്യമായിട്ട് അത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് ബാഡ് ബ്രീത്തിലേക്ക് പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രശ്നം, പൈൽസ് മാറി അത് ഫിഷസ് ആയിട്ട് മാറും. കാരണം പൈൽസിന്റെ അസോസിയേറ്റുള്ള കോംപ്ലിക്കേഷൻസ് വരും. പിന്നീട് മെല്ലെ പസ് അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഫിസ്റ്റുലയായിട്ട് മാറും.
വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. പൈൽസ് ഉള്ള വ്യക്തികൾ എപ്പോഴും ടമ്പേർഡ് ആയിരിക്കും, എപ്പോഴും ദേഷ്യമുള്ള വ്യക്തികളായിരിക്കും. നമുക്ക് തന്നെ ചില പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞ പോലെ എന്ത് പൈൽസ് ഉണ്ടോ എന്നാ ചോദിക്കുക. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുക എന്താണ് നിനക്ക് എന്താ പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. കാരണം എന്താ, പൈൽസ് ഉള്ള വ്യക്തി അത്രയും ടമ്പേർഡ് ആയിരിക്കും. ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പൈൽസ് രോഗികൾ വളരെ കോമൺ ആയിരിക്കും. അതോടൊപ്പം തന്നെയാണ് നമുക്കിപ്പോൾ ഒരു കൂടുതലായിട്ട് ഇരിക്കാനോ യാത്ര ചെയ്യാനോ പറ്റാത്ത അവസ്ഥ. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡയറ്റിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പൈൽസ് കാര്യങ്ങൾ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പൈൽസ് എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം വരിക ഈ കോൺസ്റ്റിപ്പേഷനാണ്. ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഡയറ്റും കാര്യങ്ങളും മാറ്റുകയാണെങ്കിൽ നമുക്ക് പൈൽസിന്റെ സ്റ്റേജിലേക്ക് വരാതെ തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ചെറിയൊരു സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭക്ഷണത്തിന്റെ കൂടെ രാത്രി നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇല തോരനായിട്ട് കഴിക്കാൻ പറ്റും ഭക്ഷണത്തിന്. അപ്പം എന്താവും, പിറ്റേന്ന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മോഷൻ, വളരെ സ്മൂത്ത് ആയിട്ട് മോഷൻ ഉണ്ടാവും. ഈ മോഷൻ ഇല്ലാത്തൊരു ഘട്ടങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, കുക്കുംബർ കൂടുതലായിട്ട് കഴിക്കേണ്ടി വരും. അല്ല നിങ്ങൾക്ക് എന്ത് ഫുഡാണോ മോഷന് ഹെൽപ്പ് ചെയ്യണത് ആ ഫുഡ് കൂടുതലായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ 1, 2, 3 ദിവസം തുടർച്ചയായിട്ട് മോഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പൈൽസ് വരിക എന്നുള്ളതും അല്ല അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉള്ള സ്റ്റേജിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൈൽസിന്റെ പേഷ്യന്റ് ഹിസ്റ്ററി എടുത്ത സമയത്ത് എല്ലാവർക്കും വെള്ളം കൂടി വളരെ കുറവായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും ഒരു ദിവസം 2 to 3 ലിറ്റർ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരു 1 hour എങ്കിലും, ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് 2 ഷിഫ്റ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ 1 hour നിർബന്ധമായിട്ടും ബോഡിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ രൂപത്തിൽ ഭക്ഷണവും ഉറക്കവും വെള്ളവും ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പൈൽസിന്റെ കോംപ്ലിക്കേഷൻസ് കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഭക്ഷണ ക്രമീകരണം വരുത്തി മാറുകയും പെട്ടെന്ന് തന്നെ 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം ആ സ്റ്റേജുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു സ്വെല്ലിങ്ങോ തടിപ്പോ ബ്ലീഡിങ്ങോ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ക്യൂറബിലിറ്റി വളരെ സമയമെടുത്തുകൊണ്ട് മാത്രമേ എന്താവുള്ളൂ പൈൽസിന്റെ ബുദ്ധിമുട്ട് മാറും. കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണത് പോലെ തുടർച്ചയായിക്കൊണ്ട് തന്നെ മലം പാസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് ഇപ്പോൾ പൈൽസ് നമ്മൾ പറയാറുള്ളത് റെക്ടൽ വെയിനിൽ ഉണ്ടാവുന്ന തടിപ്പാണ്. കാരണം ഒരു പ്രാവശ്യം പ്രഷർ കൊടുക്കുമ്പോൾ ആ റെക്ടൽ വാളിൽ ഉണ്ടാവുന്ന തടിപ്പ് കൊണ്ട് മലം ഡ്രൈ ആയിരിക്കും. മലം പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു തട്ടി പിന്നീട് വരുമ്പോൾ എന്ത് ചെയ്യും, അതവിടെ ചെറിയ ഇഞ്ചുറി വരികയും ഇൻഫ്ലമേഷൻ വരികയും ചെയ്യും. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ചെറിയ തടിപ്പ് വരികയും പിന്നീട് അവിടെ ഓരോ പ്രാവശ്യവും മലം പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ തട്ടിയും ബ്ലീഡിങ് വരികയും പുകച്ചിലും പെയിനും പ്രയാസങ്ങളും ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഹീലിങ്ങിന് നോർമലായിട്ടും കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ട് മാറ്റിയെടുക്കുക അങ്ങനെയൊന്നും പൈൽസിന്റെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. 3-4 ദിവസം സിവിയർ ആയിട്ടുള്ള പെയിൻ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വരും. പക്ഷെ ഈ രൂപത്തിൽ സ്റ്റാർട്ടിങ് വന്നൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ പൈൽസ് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പം അത് കഴിച്ചിട്ടും ഈ രൂപത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ ഒരു പ്രയാസം പൂർണ്ണമായും മാറ്റിയെടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്കും നിങ്ങളും പ്രയാസങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതാണ്. പൈൽസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ പറഞ്ഞ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് കണ്ടുവരാറുള്ളത്. അപ്പം നമ്മുടെ ഓരോരുത്തരും വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ആരോഗ്യപരമായ വിഷയമായിട്ട് കാണാം.